கேரளாவில் ஆலப்புழாவில் படகு போட்டி நடைபெற்று வருகிறது. அந்த காட்சிகளை நேரலையில் பார்க்கலாம். UBC തന്നെ മുന്നിൽ അനഘവികാര തിരകളിരമ്പുന്ന ജനസമുദ്രത്തിന്റെ വൻകരയിലൂടെ UBC കൈനകരിയുടെ തലവടി ഏതാണ്ട് അരവള്ളപ്പാടിന് മുന്നിലായി കടന്നു വരുമ്പോൾ പിടിച്ചു കെട്ടാൻ പായിപ്പാടൻ ശ്രമിക്കുന്നുണ്ട്. ഉജ്ജ്വല മത്സരം. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ ടി സജി. ഹരിപ്പാട് ചെറുതനെയും തലവടിയും സെന്റ് ബയസും പായിപ്പാടും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ഒന്നിൽ ചെറുതന, രണ്ടിൽ തലവടി, മൂന്നിൽ സെന്റ് ബയസ്, ഒന്നിൽ ന്യൂ പ്രദേശ്, രണ്ടിലെ UBC കൈനഗരി. ഇതാ വള്ളപ്പാടുകൾക്ക് ഇല്ല, പായിപ്പാടൻ ബോച്ചയുടെ പായിപ്പാടുമായി കുതിക്കുകയാണ്. അത് UBC 12 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി ഇടിച്ചു കുത്തി വരികയാണ്. എത്ര മനോഹരമായ ദൃശ്യം. ഇതാ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് 12 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയെങ്കിൽ ബോച്ചയുടെ സെന്റ് ബയസ് പായിപ്പാട് ടൗൺ ബോട്ട് ക്ലബ്ബ് ആലപ്പുഴ ജോസാറാത്തുപള്ളി ബോച്ചയുടെ 1-ാം നമ്പർ വള്ളം പായിപ്പാട് അവനും ഫിനിഷിംഗിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങകലെ വരികയാണ്. അതേ ചെറുതനെയും സെന്റ് ബയസ്റ്റും കടന്നു വരികയാണ്. ചെറുതനെയും സെന്റ് ബയസും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ഇതാ 3-ലെ സെന്റ് ബയസ് ബോട്ട് ക്ലബ്ബ് മങ്കമ്പ് റെന്നി പീലിപ്പോസ് പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ട്, അതേ ഗോകുല്യജി ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ട് കടന്നു വരുന്നു. അതേ സെന്റ് ബയസ് കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ഇതാ ചെറുതന ചുണ്ടന് അതേ 2004 കുമരകൻ ടൗൺ ബോട്ട് ക്ലബ്ബ് വിജയിപ്പിച്ച അതേ ചെറുതന കടന്നു പോകുന്ന കാഴ്ച, ചെറുതനയും കടന്നു വരുന്ന കാഴ്ച. അങ്ങനെ ജലോത്സവ ലോകത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ 3-ാം പാദ മത്സരം അവസാനിക്കുമ്പോൾ 4-ാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. 1-ാം ട്രാക്കിൽ 10-ാം നമ്പർ വള്ളം നിരണം ബോട്ട് ക്ലബ്ബ് KG എബ്രഹാം ക്യാപ്റ്റൻ, ബിനു ഷാജി ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിൽ 15-ാം നമ്പർ വള്ളം വിയപുരം UBC കൈനഗരി വരികയാണ്. PV മാത്യു ക്യാപ്റ്റൻസിയിൽ, ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായി വരുമ്പോൾ 3-ലൂടെ വരുന്നത് 11-ാം നമ്പർ വള്ളം നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. അതേ സുധീഷ് കുമാർ ക്യാപ്റ്റനായിട്ട്, അനിൽ കുമാർ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുന്നു. 4-ലെ 8-ാം നമ്പർ വള്ളം കരുവാറ്റ ടൗൺ ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ, അജിത് കുമാർ കാരിച്ചാൽ ക്യാപ്റ്റനായി ലീഡിംഗ് ക്യാപ്റ്റൻ. இந்தியா மட்டுமின்றி பல்வேறு நாடுகளிலும் புகழ்பெற்ற கேரளாவின் படகு போட்டி சார்ந்த காட்சிகளை நேரலையில் நாம் பார்த்தோம். இது சார்ந்த கூடுதல் விவரங்களை நம்முடைய செய்தியாளர் சஜய்குமாரிடம் கேட்கலாம். சஜய்குமார், எவ்வளவு படகுகள் இந்த போட்டியில் பங்கேற்றன? பார்வையாளர்கள் எவ்வளவு பேர் கலந்து கொண்டிருக்கிறார்கள்? இந்த போட்டியினுடைய சிறப்பு என்ன? கேரளாவில் மட்டுமல்ல, உலக புகழ்பெற்ற புன்னமட ஏரியில் நடைபெறக்கூடிய 70வது நெஹ்ரு டிராபி படகு போட்டியானது தற்போது கேரளாவில் கோலாகலமாக நடைபெற்று வருகிறது. கேரளாவில் மட்டுமல்ல, பல்வேறு மாநிலங்களிலிருந்தும் வெளிநாடுகளிலிருந்தும் ஏராளமான மக்கள் வந்து இந்த போட்டிகளை கண்டுகளிப்பது வழக்கம். அந்த வகையில் 70வது நேரு டிராபி படகு போட்டியான தற்போது கோலாகலமாக நடைபெற்று வரும் நிலையில் 19 சுற்று பாம்பு படகுகள் 19 சுற்று போட்டியான நடைபெற்று வருவது. 19 சுற்று பல்வேறு பகுதிகளிலிருந்து ஆலப்புழா, அதே போல கொல்லம் போன்ற பகுதிகளிலிருந்து ஏராளமான குழுக்களாக இந்த போட்டியில் கலந்து கொண்டு வருகிறது. இந்த போட்டியானது உலக புகழ்பெற்ற போட்டியாக கருதப்படுகிறது. நெஹ்ரு டிராபி 70வது நெஹ்ரு டிராபி படகு போட்டியானது தற்போது கேரளாவில் புன்னமட காயல், அதாவது ஆலப்புழா மாவட்டம் புன்னமட காயலில் இந்த போட்டி தற்போது அரங்கேறி வருகிறது. 19 சுற்று முடிவில் தான் இந்த போட்டியில் யார் வெல்லும் என்பது தெரிய வரும். இப்போது ஏராளமான மக்கள் இந்தியாவின் பல்வேறு பகுதிகளிலிருந்து இந்த போட்டியை கண்டுகளித்து வருகிறது. அபிநயா, ആദ്യത്തെ ചുണ്ടൻ വള്ളമാണ് നിരണം ചുണ്ടൻ. 2-ാം ട്രാക്കിൽ 15-ാം നമ്പർ വള്ളം വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് തുഴയുന്നത്. UBC കൈനകരിയാണ് തുഴയുന്നത്. PV മാത്യു ആണ് അതിന്റെ ക്യാപ്റ്റൻ. ബൈജു കുട്ടനാടാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. കഴിഞ്ഞ വർഷത്തെ 2023 നെഹ്റു ട്രോഫി ജേതാക്കളാണ് വിയപുരം ചുണ്ടൻ. 2023 ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ 12-ൽ 8 മത്സരങ്ങളും വിജയിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ചാമ്പ്യന്മാരായ വള്ളമാണ് വിയപുരമെങ്കിൽ
അതിൽ ഇന്ന് തുഴയുന്നത് വില്ലേജ് ബോർഡ് ക്ലബ് കൈനകരിയാണ്. 1986-ലും 87-ലും കാരിച്ചാൽ വള്ളത്തിന് നെഹ്റു ട്രോഫി നേടിക്കൊടുത്ത വില്ലേജ് ബോർഡ് ക്ലബ് കൈനകരിയാണ് രണ്ടാം ട്രാക്കിൽ വീയപുരത്തിൽ കടന്നു വരുന്നതെങ്കിൽ മൂന്നാം ട്രാക്കിൽ നടുഭാഗമാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ് അത് തുഴയുന്നത്. സുനീഷ് കുമാറാണ് ക്യാപ്റ്റൻ, അനിൽകുമാറാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. ജോളി സൂചിപ്പിച്ചതുപോലെ 2023-ൽ നെഹ്റു ട്രോഫിയിൽ 6 മൈക്രോ സെക്കൻഡുകൾക്ക് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബാണ് നടുഭാഗത്തിൽ തുഴയുന്നത്. 1952-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാദസ്പർശമേറ്റ പഴയ നടുഭാഗം ചുണ്ടന്റെ പുതിയ തലമുറക്കാരൻ പിന്മുറക്കാരനാണ് മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത്. തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. 6 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി 4 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ പാരമ്പര്യമുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. ഇതാ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ സുനീഷ് കുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ നടുഭാഗം കുതിച്ചെത്തുന്നു. 4-ാം ട്രാക്കിൽ കരുവാറ്റ ടൗൺ ബോട്ട് ക്ലബ് കാരിച്ചാൽ തുഴയുന്ന കരുവാറ്റ ചുണ്ടൻ അജിത് കുമാർ കാരിച്ചാൽ ക്യാപ്റ്റനായിട്ടുള്ള അഭിലാഷ് ഏവൂർ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള കരുവാറ്റയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം ഇത് ആരംഭിച്ച് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം 1-ാം ട്രാക്കിലെ നിരണമുണ്ട്, 2-ാം ട്രാക്കിലെ വീയപുരവും തമ്മിലാണ് മത്സരം, 3-ാം ട്രാക്കിലെ നടുഭാഗവും തമ്മിലാണ് മത്സരം. അതേ 1, 2, 3 ട്രാക്കുകളിലായി വരുന്ന നിരണവും വീയപുരവും നടുഭാഗവും തമ്മിലാണ് മത്സരം. കണ്ടില്ലേ, കുളിരല കോരിയ കായൽ കാറ്റിൽ കുണുങ്ങിയെത്തും വഞ്ചികളിൽ തുഴഞ്ഞു വന്നവർ പാടിയ പാട്ടുകൾ തുന്നി കരളിലൊരു ഉന്മേഷം. അതേ ജലോത്സവ പ്രേമികളുടെ കരളുകളിൽ ഉന്മേഷം തുന്നിച്ചേർത്തുകൊണ്ട് ചരം വലിച്ചു വിട്ടതുപോലെ 1, 2, 3 ട്രാക്കുകളിലായി നിരണവും വീയപുരവും നടുഭാഗവും കടന്നു വരുന്നു. 4-ാം ട്രാക്കിൽ കരുവാറ്റ പിറകിലാണ്. അങ്ങനെ നിരണമാണോ വീയപുരമാണോ നടുഭാഗമാണോ കരുവാറ്റയാണോ വീയപുരം തന്നെ? ഇല്ല, നിരണം ഒപ്പത്തിനൊപ്പമുണ്ട്. 1-ാം ട്രാക്കിലെ നിരണമാണ് മുന്നിൽ. അതേ നിരണം ബോട്ട് ക്ലബിന്റെ നിരണമാണ് മുന്നിൽ. വിശ്വപ്രകൃതി അപാരത നൽകിടും അശ്വരഥങ്ങളിലേറി കടന്നു വരുന്ന ജലരാജാക്കന്മാർ, അനഘവികാര തിരകളിരമ്പുന്ന ജനസമുദ്രത്തിന്റെ വൻകരയിൽ നിന്ന് ആർപ്പുവിളികളുടെ ആരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിരണവും വീയപുരവും നടുഭാഗവും. നിരണം മുന്നിൽ, അതേ ഒരു തുഴപ്പാടിന് നിരണം മുന്നിൽ, വീയപുരം തൊട്ടുപുറകിലുണ്ട്. നിരണമുണ്ട്, വീയപുരമുണ്ട്, നടുഭാഗമുണ്ട്. ഓവർ ടു ജോളി എതിരെ. ഹരിപ്പാട് ചുണ്ടൻ വള്ളങ്ങളുടെ 3-ാം പാദ മത്സരം. അതേ ആവേശ് 4-ാം പാദ മത്സരം. നിരണവും വീയപുരവും നടുഭാഗവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. 1-ലെ നിരണം, 2-ലെ വീയപുരം, 3-ലെ നടുഭാഗം. 1-ലെ നിരണം തന്നെ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം അല്പം മുൻപില് ഇല്ല. വീയപുരം BBC ബോട്ട് ക്ലബ് അല്ല. 3-ലെ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ഇല്ല. 2-ലെ വീയപുരം BBC കൈനകരി ഇല്ല. 1-ലെ 2-ലെ BBC. അതേ വീയപുരത്തില് ഇടിച്ചു കയറ്റി വരുന്നു. 2-ലെ വീയപുരം. അതേ നിരണവും വീയപുരവും നടുഭാഗവും. மிகவும் விறுவிறுப்பாகவும் பார்ப்பதற்கு கண்கொள்ளா காட்சியுடனும் ஆலப்புழாவில் அந்த படகு போட்டி நிகழ்ந்த நேரலையை பார்த்தோம்.